നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൈക്കൂലി വാങ്ങാത്ത ആരുടെയും മുന്നിൽ നട്ടെല്ലു വളയ്ക്കാത്ത ഡോക്ടർ ഹാരിസ് ചിറക്കൽ നേർക്കുനേർ നിന്നപ്പോൾ മന്ത്രി വീണ ജോർജ് ചുരുണ്ടുകൂടി. ഹാരിസ് ചിറക്കൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു സർക്കാർ ഡോക്ടറുടെയും ജീവിതം അത്ര സുഖകരമല്ല, പ്രത്യേകിച്ച് കൈക്കൂലി വാങ്ങാത്ത ഒരു സർക്കാർ ഡോക്ടറുടെ ജീവിതം. ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് നെഞ്ചുറപ്പോടെ പറയാൻ കഴിയുന്ന ഹാരിസ് ചിറക്കൽ. അതേ ഹാരിസ് ചിറക്കൽ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ഓപ്പറേഷന് വേണ്ട ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിലില്ല, അതുകൊണ്ട് തന്നെ ചില ഓപ്പറേഷനുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ദുഃഖത്തോടെ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇന്നുവരെ ഒരു സ്കാനിംഗ് സെൻറ്ററിൽ നിന്നോ ഒരു സ്വകാര്യ ലാബിൽ നിന്നോ ₹1 കമ്മീഷൻ താൻ കൈപ്പറ്റിയിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നു. നികുതിപ്പണം ധൂർത്തിനും ആർഭാടത്തിനും വേണ്ടി ചിലവഴിക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളും ജനറൽ ആശുപത്രികളും സർക്കാർ ആശുപത്രികളുമൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ തകർച്ച വ്യക്തമാക്കുന്നതാണ് ഇടതുപക്ഷ പന്താവിലൂടെ നടന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചിലതൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടതും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കി മലയാളിക്ക്. ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങുന്ന സ്ഥിതി ഒരു മെഡിക്കൽ കോളേജിൻ്റേത് മാത്രമല്ല, കേരളത്തിലെ മിക്ക സർക്കാർ ആശുപത്രികളുടെയും സ്ഥിതി അതുതന്നെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ഥിതിയെക്കുറിച്ച് താൻ പോസ്റ്റ് ചെയ്ത ആ കുറിപ്പിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വീണ്ടും വ്യക്തമാക്കുന്നു. വൈകാരികമായ കുറിപ്പായിരുന്നു അത്, അതുകൊണ്ട് തന്നെ നടപടി എന്തായാലും തനിക്ക് പ്രശ്നമില്ല. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാലും താൻ തളരില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഉപകരണങ്ങളില്ലാത്തതുകൊണ്ട് ഒരു സർജറി മാറ്റിവെക്കുന്നതിനേക്കാളും അതുകൊണ്ടൊരു രോഗി മരിക്കുന്നതിനേക്കാളും വലിയ നാണക്കേട് വേറെന്താണ് എന്ന് ഡോക്ടർ ഹാരിസ് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ കഴിയാതെ മൂക്ക് നിലത്തുരഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വീണ ജോർജ്. സത്യങ്ങൾ മൂടിവെക്കേണ്ടതല്ല എന്ന് ഡോക്ടർ ഹാരിസ് ആവർത്തിച്ചു പറയുന്നു. മന്ത്രി വീണ ജോർജിന്റെ PS നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. പോസ്റ്റ് പിൻവലിക്കണം, എല്ലാം പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കൊണ്ട് പോസ്റ്റ് പിൻവലിച്ച സർക്കാരും മന്ത്രിയുമൊക്കെ ഇപ്പോൾ ഹാരിസ് ചിറക്കലിനെ എങ്ങനെ വീഴിക്കണമെന്ന ആലോചനയിലാണ്. സത്യം തുറന്നു പറയുന്നവരുടെ വാ മൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഭരണകൂടം തുടരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനാസ്ഥയെക്കുറിച്ച് തുറന്നു പറച്ചിൽ നടത്തിയ ഡോക്ടർക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡോക്ടർ ഞങ്ങളൊപ്പമുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പിന്തുണ നൽകുന്നു. ഡോക്ടർ സംസാരിച്ചത് സാധാരണക്കാരായ രോഗികൾക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തെ വെറുതെ വിട്ട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് മന്ത്രിയോട് ചിലർ ഉപദേശിക്കുന്നു. പ്രശ്നങ്ങളും കുറവുകളുമൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യരാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അത് കണ്ടെത്തി സമയബന്ധിതമായി പരിഹരിക്കുക. അതല്ലാതെ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ വാ മൂടിക്കെട്ടാൻ ഭരണകൂടം ശ്രമിക്കരുത്. മുഖ്യമന്ത്രിക്ക് അസുഖം വന്നാൽ അമേരിക്കയ്ക്ക് പോകണം, പാർട്ടി സെക്രട്ടറിക്ക് അസുഖം വന്നാലും അമേരിക്ക തന്നെ ശരണം. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മക്കൾക്കൊക്കെ മുന്തിയ പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. എന്നാൽ ഈ പ്രൈവറ്റ് ആശുപത്രികളിൽ സാധാരണക്കാരായ ജനങ്ങൾ കടന്നു ചെന്നാലോ അവിടെ കൊടിയ കച്ചവടമാണ് നടക്കുന്നത്. ഒരു രോഗിയെ കിട്ടിയാൽ പരമാവധി ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുക, അനാവശ്യ സർജറികൾ നടത്തുക, എങ്ങനെയും പണം കൊയ്തെടുക്കുക. ഇതിനൊന്നും ഒരു കടിഞ്ഞാണുമിടാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. സാധാരണക്കാർ ആശ്രയിക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളെയും ജനറൽ ആശുപത്രികളെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഒക്കെയാണ്. അവിടെ ആവട്ടെ വലിയ വലിയ തട്ടിപ്പുകളും വെട്ടിപ്പുകളുടെയും കഥകൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. മരുന്ന് വാങ്ങുന്നത് മുതൽ ഉപകരണങ്ങൾ വാങ്ങുന്നത് വരെ എല്ലാത്തിനും കമ്മീഷൻ. എന്തിനേറെ, ഒരു രോഗി മെഡിക്കൽ കോളേജിലേക്ക് ചെന്നാൽ അവൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന ചില സ്കാനിംഗ് ടെസ്റ്റുകളുണ്ട്. തൊട്ടടുത്തുള്ള സ്കാനിംഗ് സെൻറ്ററിലേക്ക് ഡോക്ടർമാർ പറഞ്ഞുവിടും. സ്കാനിങ്ങിൻ്റെ ഫീ 6000-ഉം 7000-ഉം ഒക്കെ. അതിൻ്റെ 1/4 പകുതിയും ചെന്നെത്തുന്നത് ഇതേ ഡോക്ടർമാരുടെ പോക്കറ്റിൽ. ഇത്തരം സ്കാനിംഗ് സെൻറ്ററുകളിൽ നിന്നോ ലാബുകളിൽ നിന്നോ ₹1 പോലും കമ്മീഷൻ വാങ്ങാത്ത ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലെയുള്ള ഡോക്ടർമാർ
മുൻപിലോട്ട് വന്ന് പല സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കത് ആശ്വാസമാകും, അവർ രക്ഷപ്പെടും. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസിന് അനുവദനീയമായ സമയത്ത് പോലും അത് ചെയ്യില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് സത്യങ്ങൾ തുറന്നു പറയാനുള്ള ധാർമ്മികതയുണ്ട്. അദ്ദേഹത്തെ തടുക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല. അഴിമതിയുടെ കറപുരണ്ട ഒരൊറ്റ മേലാളന്മാർക്കും അതിനുള്ള ത്രാണിയുണ്ടാകില്ല. സംഘടനാ യോഗങ്ങളിലൊക്കെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രൈവറ്റ് പ്രാക്ടീസിനെ നഖശികാന്തം എതിർത്തു. മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർക്ക് 3 ലക്ഷം മുതൽ 3.5 ലക്ഷം രൂപ വരെയൊക്കെ ശമ്പളം കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന് പച്ചയ്ക്ക് ചോദിക്കും ഡോക്ടർ ഹാരിസ്. ആശുപത്രിയിൽ കണ്ട രോഗികൾ തന്നെയാണ് പലപ്പോഴും വീടുകളിലെത്തി ഡോക്ടർമാർക്ക് ഫീസ് കൊടുക്കുന്നത്. ഇത് കൈക്കൂലിയല്ലേ എന്ന് പച്ചയ്ക്ക് ചോദിച്ചിരുന്നു ഡോക്ടർ ഹാരിസ്. അതുകൊണ്ട് തന്നെ സംഘടനയിലെ മറ്റു ഡോക്ടർമാർക്കൊക്കെ ഡോക്ടർ ഹാരിസിനോട് കലിപ്പാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ, വാർഡിൽ രോഗിയെ നോക്കാൻ, ICUവിൽ പ്രവേശിപ്പിക്കാൻ ഇതിനൊക്കെ നൽകുന്ന തുക കൈക്കൂലിയാണ് എന്ന് ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞിരുന്നു. പാവപ്പെട്ട ജനങ്ങൾക്ക് വിദഗ്ധ ചികിത്സ സൗജന്യമായി ലഭിക്കാനാണ് സംസ്ഥാന സർക്കാർ ആശുപത്രികൾ കൊണ്ടു നടക്കുന്നത്. അതിനിടയിൽ ഡോക്ടർമാരെ വീട്ടിൽ പോയി കണ്ട് അവർക്ക് പണം കൊടുത്ത് ആശുപത്രിയിൽ പ്രത്യേക പരിഗണന നേടുന്നത് കൈക്കൂലി നൽകലാണ് എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുറന്നു പറയുമ്പോൾ അതിനെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും ആരോഗ്യമന്ത്രിക്ക്? കൈക്കൂലിയുടെ ഷെയർ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചാൽ എന്ത് കാര്യവും നടക്കുമെന്ന് ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മരുന്ന് മാഫിയെപ്പോലും അദ്ദേഹം പച്ചയ്ക്ക് വിമർശിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ലാഭം ഏത് മരുന്നിന് ലഭിക്കുന്നുവോ ആ മരുന്നായിരിക്കും മെഡിക്കൽ സ്റ്റോറുകാർ സൂക്ഷിക്കുക. ഡോക്ടർമാർ എഴുതുന്ന മരുന്ന് പലപ്പോഴും മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടാറില്ല. പകരം അവർക്ക് കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്ന മരുന്നുകൾ അവർ രോഗിക്ക് നൽകും. തമിഴ്നാട്ടിലും മറ്റും കുടിൽ വ്യവസായം പോലെയാണ് മരുന്ന് ഫാക്ടറികൾ. അവിടെ ചെന്ന് മരുന്നുകൾ സ്വന്തം കമ്പനിയുടെ പേരിൽ നിർമ്മിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് തോന്നിയ വിലയ്ക്ക് വിൽക്കാം. വേണ്ടപ്പെട്ടവർക്കെല്ലാം ആവശ്യമായ വിഹിതം കൊടുത്ത് തോന്നിയപടി വിൽക്കുന്നവർ ധാരാളമുണ്ട് കേരളത്തിൽ. ക്വാളിറ്റി പ്രശ്നമേയല്ല. ഇതിൻ്റെയെല്ലാം ഗുണനിലവാരം ടെസ്റ്റ് ചെയ്യാൻ പടച്ചോൻ വിചാരിച്ചാൽ പോലും കഴിയില്ല എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുറന്നു പറയുന്നു. സർക്കാർ നേരിട്ട് ഗുണനിലവാരമുള്ള അവശ്യമരുന്നുകൾ നിർമ്മിച്ച് വിൽക്കരുതോ എന്ന് ചോദിച്ചാലും മറുപടിയില്ല. കാരണം രാഷ്ട്രീയക്കാർക്കും അധികാരികൾക്കുമൊക്കെ വേണ്ടത്ര കമ്മീഷൻ ലഭിക്കുന്നുണ്ടല്ലോ. ഇടതു സഹയാത്രികനാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. പക്ഷേ പൊതുതാൽപര്യമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പച്ചയ്ക്ക് സത്യങ്ങൾ തുറന്നു പറയും. അതാണിപ്പോൾ പലരുടെയും തൊണ്ട ഉടക്കി നിൽക്കുന്നത്. മന്ത്രി വീണ ജോർജ് നിലത്ത് വീണുടയുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ഊതിപ്പെരുപ്പിച്ച കണക്കുകൾ പലതും പൊളിഞ്ഞടുങ്ങുന്നു. പ്രധാനപ്പെട്ട സർജറികൾക്ക് പോലുമുള്ള ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലഭിക്കുന്നില്ല എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് വെറുതെയല്ല. ഇപ്പോൾ പുറത്തു വരുന്ന ചില സത്യങ്ങൾ അതിൻ്റെ തെളിവാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ മെഡിക്കൽ കോളേജുകൾക്കുള്ള പദ്ധതി വിഹിതത്തിൽ വൻ വെട്ടിച്ചുരുക്കലാണ് സർക്കാർ വരുത്തിയത്. കടും വെട്ട് എന്ന് തന്നെ വിശദീകരിക്കണം. അടിസ്ഥാന സൗകര്യവും ചികിത്സാ സംവിധാനവും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ നീക്കിവെച്ചത് 401.24 കോടി. ഇതിൽ 146.89 കോടി വെട്ടിക്കുറച്ചു. ഒടുവിൽ അനുവദിച്ചത് വെറും 254.35 കോടി മാത്രം. ഇങ്ങനെ കുത്തനെ ഫണ്ട് കുറഞ്ഞതാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് വിദഗ്ധർ പറയുന്നു. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പൊതുഫണ്ടിൽ 62.11 കോടിയാണ് വെട്ടിച്ചുരുക്കിയത്. നീക്കിവെച്ച 152.13 കോടി 90.2 കോടിയാക്കി ചുരുക്കി. ബ്ലഡ് ബാങ്കുകൾക്ക് വകയിരുത്തിയ 30 ലക്ഷം 15 ലക്ഷമാക്കി വെട്ടിച്ചുരുക്കി. ജില്ലാ ജനറൽ ആശുപത്രികൾ മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിച്ചു. എന്തിനേറെ ക്യാൻസർ സെൻ്ററുകളുടെ ഫണ്ട് വരെ സർക്കാർ കാര്യമായി വെട്ടിച്ചുരുക്കി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ ബജറ്റ് വിഹിതം 73 കോടി, എന്നാൽ കൊടുത്തതാവട്ടെ 36.5 കോടി. മലബാർ ക്യാൻസർ സെൻ്ററിനുള്ളത് 26 കോടി, കൊടുത്തത് 14 കോടി. കൊച്ചി ക്യാൻസർ സെൻ്ററിന് മാറ്റിവെച്ചത് 14.5, കൊടുത്തത് 9.3 കോടി. പദ്ധതി വെട്ടിക്കുറച്ചതിലൂടെ വലിയ പല പദ്ധതികളും മാറ്റിവെക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന്. മെഡിക്കൽ കോളേജുകളിൽ സ്പോർട്സ് മെഡിസിൻ, മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി, ഓങ്കോളജി ആൻഡ് ടെറിഷ്യറി സെൻറ്റർ, സർജിക്കൽ റോബോട്ടോ എന്നിവയൊക്കെ തുടങ്ങുന്നത് വൈകി. മജ്ജ മാറ്റിവെക്കൽ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, ട്രോമ കെയർ സംവിധാനങ്ങളുടെ വികസനം മുടങ്ങി. മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് ബജറ്റിൽ മാറ്റിവെച്ചത് 217.4 കോടി, എന്നാൽ ഒടുവിൽ അനുവദിച്ചത് വെറും 157.37 കോടി. ദന്തൽ കോളേജുകളുടെ വികസനത്തിന് മാറ്റിവെച്ചത് 22.79 കോടി.
കൊടുത്തത് 8.65 കോടി. മെഡിക്കൽ കോളേജുകൾ രോഗി സൗഹൃദമാക്കാൻ മാറ്റിവെച്ചത് 5.5 കോടി, കൊടുത്തത് 4.85 കോടി. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലുമൊക്കെ ദയനീയ കാഴ്ചകൾ മാത്രമാണ് നമുക്ക് മുന്നിൽ. രോഗികൾ ജീവന് വേണ്ടി നിസ്സഹായാവസ്ഥയിൽ നിലവിളിക്കുമ്പോൾ അതൊക്കെ കണ്ട് പരിഹസിക്കുകയാണ് അധികൃതർ. കെട്ടിഘോഷിക്കപ്പെട്ട ഒരു മന്ത്രിയുണ്ട് കേരളത്തിൽ, മന്ത്രി വീണ ജോർജ്. എന്നാൽ വെറും വിഗ്രഹമായിരുന്നു വീണ ജോർജ് എന്ന് കേരളം തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. വീണ ജോർജിൻ്റെ ക്യാപ്റ്റൻ പൂർണ്ണമായി മുങ്ങി. ജീവന് വിലയില്ലാത്ത, ആരോഗ്യരംഗം പരിപാലിക്കാനറിയാത്ത ഒരു നികൃഷ്ട സർക്കാരായി മാറിയിരിക്കുന്നു പിണറായി വിജയൻ സർക്കാർ. വീണ്ടും വോട്ട് ചോദിച്ച് കേരളത്തിലേക്ക് ഇറങ്ങാൻ എങ്ങനെ ഇവർക്ക് ഉളുപ്പുണ്ടാകും? അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ കുറിപ്പിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം വരുന്നത്, വലിയ ചർച്ചയായി കത്തിയാളുന്നത്. ജനങ്ങൾക്ക് അത്രയേറെ കൊണ്ടിരിക്കുന്നു എന്ന് സർക്കാർ മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.